ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രകൃതി രമണീയമായിട്ടുള്ള നല്ലൊരു കാഴ്ചയൊക്കെ കണ്ട് നല്ല അപ്പുറവും ഇപ്പുറവും മരവും കാടും റോഡിലൂടെയൊക്കെ നമ്മളങ്ങനെ പോകുകയാണ്. ഇന്ന് നമ്മളെ പുരയൊന്നല്ല കേട്ടോ കാണിക്കണത്. ഇന്ന് ഞങ്ങൾക്ക് മീനങ്ങാടി നോമ്പുറണ്ട്. അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ടേക്ക് പോവുകയാണ്. പുയ്യാപ്പിളത്തോറ കേട്ടോ. പിന്നെ അങ്ങനെ പറയുമല്ലോ പണ്ടേ, ആദ്യത്തെ 10ൻ്റെ ഉള്ളിൽ പിയ്യാപ്പിളാരെ നോമ്പ് തുറപ്പിക്കണമെന്ന്. ശരിക്കും ഇവിടെ ഉസ്താദിൻ്റെ ചിലവ് എന്നോ 26-നോ 27-നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പച്ചീനോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ പറഞ്ഞത് ഉപ്പച്ചീനോട് അന്ന് ആക്കിയാൽ മതിയെന്ന്. അപ്പോൾ ഓർക്ക് ഒരേ നിർബന്ധം, വേണ്ട അത് പിന്നെ ഉസ്താദിന് പിന്നെ ഒരാക്കി കൊടുത്തോളൂ, നിങ്ങൾ ഇന്ന് പോരേന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഞാനും ആജും, വേറെ ആരും വലിയ തുറയൊന്നുമല്ല, 2 പിയ്യാപ്പിളാരുണ്ട്. പിന്നെ നമ്മളെ പുരൻ്റെ തൊട്ടടുത്തുള്ള ഇപ്പോൾ ഒരു നിൽക്കുന്ന വാടക വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള താത്തയും അവിടുത്തെ ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനും വന്നു. പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറി ഞാനും വേഗം അടുക്കളയിലേക്ക് ഇറങ്ങിയതാണ്. അധികം ഞാൻ വൈകുന്നേരം ആവലുണ്ട് കേട്ടോ വരാൻ. പിന്നെ ഇക്കാനോട് പറഞ്ഞു കുറച്ച് നേരത്തെ പോവാം. ഉമ്മയും ആജും ഒറ്റയ്ക്ക് തന്നെയല്ലേ ഉള്ളൂ. ഓള് കുറച്ച് നേരത്തെ വന്നിരുന്നു ബത്തേരിന്ന്. പിന്നെ ഓക്കും ചെറിയ കുട്ടിയുള്ളതല്ലേ, അപ്പോൾ ഒന്ന് പോയിട്ട് കൂടി കൊടുക്കുക, അന്ന് നേരത്തെ പോകണമെന്ന് ഞാൻ പറഞ്ഞിന്. റിഫമോളെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കയ്യും കാലൊക്കെ കാണിക്കട്ടോ. അപ്പോൾ ഇതാ കുട്ടികളെ പാട്ടിന് ഓരോ മെല്ലെ കളിക്കാനൊക്കെ ആക്കി ഞാനും വേഗം അടുക്കളയിലേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ചക്കായിനെ, പുരേന്ന് പോകുമ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ ആയിനു. പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് നേരമായി. ആജു പിന്നെ കുറച്ച് നേരത്തെ വന്നീനു. റിഫമോളാണ് കേട്ടോ നാച്ചിക്ക് ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ടായി. ഇപ്പം പിന്നെ ഓനിക്കുള്ളത് ഓളും കൊടുത്ത്. നിച്ചുമോളും നാഫിയും പിന്നെ ഇവിടെ തന്നെ അതിനെല്ലാം ഉണ്ടായിരുന്നത്. ഒരു 2 ദിവസം മുന്നേ വന്നതല്ലേ ആഷിക്കിൻ്റെ കൂടെ. പിന്നെ വരാനും ഞങ്ങൾ 3 തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനും വേഗം അടുക്കളയിൽ ഇറങ്ങി. ഉമ്മ അതാ എന്തിനോ ഉള്ള ഉള്ളിയൊക്കെ പൊളിക്കുന്നുണ്ട്. ആജു ഓളെന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ള എണ്ണക്കടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കുകയാണ്. ഇപ്പം ഞാൻ വേഗം വന്ന് സമൂസക്കുള്ള മസാല റെഡിയാക്കുകയാണ്. ഓളെന്താ ക്യാബേജും ഉള്ളിയും എന്തെല്ലാം ഇട്ടിട്ട് മയോണീസൊക്കെ അടിച്ചൊഴിച്ച് വേറെ എന്തോ ഒരു ഉരുളകളാക്കിയിട്ടുള്ളൊരു കടിയാണ്. അതിൻ്റെ പേരൊന്നും പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതാക്കുന്നുണ്ട്. ഞാൻ വേഗം സമൂസക്കുള്ള മസാലയും അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അത് പിന്നെ ചുടുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒന്ന് മടക്കി സെറ്റാക്കിയിട്ട് ചുടാനല്ലേ ഉള്ളൂ. പിന്നെ കട്ട്ലേറ്റും അതിനും എണ്ണക്കടിയാക്കിയിട്ട് ഉണ്ടാക്കിയേ. അപ്പോൾ കട്ട്ലേറ്റിനുള്ളത് എല്ലാം ഉമ്മ മാവൊക്കെ മസാല എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എല്ലാം ഇതാ മേശമ്മ കൊണ്ടുവന്ന് പേപ്പറൊക്കെ വിരിച്ച് ഞാനും ആജും കൂടെ അതൊന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ വൈകുന്നേരം ഏകദേശം ഒന്ന് ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാ ആജു റിഫമോള് പിന്നെയും കണ്ടില്ലേ, ഞാൻ ഓളെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നിൽ നിന്ന് ഇതാക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചിങ്ങോട്ട് വന്നിട്ട് ഹായ് കാണിക്കുന്നു. നാഫി അത് അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ക്യാമറ ഓണാക്കുമ്പോൾ എന്തെല്ലാം കാട്ടണ്ടേന്നുള്ളത് ഓർക്ക് തിരിയുന്നില്ല. അങ്ങനെ ഞാനും ആജു ഞങ്ങളെ പണിയിലാണ്. ഞങ്ങളിതാ പിന്നെ കട്ട്ലേറ്റിനുള്ളതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. പിന്നെ ആജു അതാ ഓളുണ്ടാക്കണ ആ കടി ഉണ്ടല്ലോ, എൻ്റെ പേര് എനിക്കറിയില്ല. ആ കടി ഇങ്ങനെ ഉരുളകളാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞു ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ആക്കാമെന്ന്. പിന്നെ ഇവിടെ അങ്ങനെ വെക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ റേസുമോനെ അതാ സാധനം എടുത്തിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഓരുള്ള. ഓന് കരയുക. അപ്പോൾ ഓള് മടിയിൽ വെച്ചിരുന്ന് ഞങ്ങൾ രണ്ടാളും വേഗത കട്ട്ലേറ്റിനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ ആജുവിൻ്റെ കടിയില്ലേ അതും ഓളും റെഡിയാക്കി. അതും അവിടെ വെച്ച് പേപ്പറും കൊണ്ടൊക്കെ ഒന്ന് മെല്ലെ മൂടി വെച്ചിനെ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി ലൊഹറൊക്കെ നിസ്കരിച്ചിട്ട് വന്ന്. ഉപ്പച്ചിയും ഉണ്ട് അവിടെ. ഇക്കാക്കെ മോനിതാ അവിടെ നോമ്പ് തുറക്കുന്നുണ്ട്. പിന്നെ ഉമ്മതാ പത്തിരി ചുടുന്നുണ്ട്. പത്തിരിയും പിന്നെ എന്തേനു മന്തിയാണ് കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കണ്ട, എന്താ വെച്ചാൽ നോമ്പല്ലേ. നാളെ ഇപ്പോൾ ആർക്കും എന്തായാലും തിന്നാൻ കഴിയൂല. വെറുതെ എന്തിനാണ്, ജ്യൂസും വെള്ളവും തന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ കാര്യമായിട്ട് വേണ്ടിയത്. അല്ലാണ്ട് കുറേ അതും ഇതൊന്നും തിന്നാൻ എന്തായാലും കഴിയൂല. അപ്പോൾ പിന്നെ പത്തിരിയും കറിയും പിന്നെ ചിക്കൻ്റെ മന്തിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. പിന്നെ എണ്ണക്കടിയും ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇതാ അതിൻ്റെ എല്ലാം പണിയിലാണ്ട്. ഉപ്പച്ചി ഇതാ പുറത്ത് ഒരു എന്തോ വിറകേറ്റം കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സൈഡിലേക്കൊക്കെ എടുത്തിടുന്നുണ്ട്. കുട്ടികളൊക്കെ പിന്നെ നേരത്തെ വന്നിട്ട് ഇക്കാകെ ബോറടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ആജുവിൻ്റെ മാപ്പിള എത്തിയിട്ടില്ല, അവന് വൈകുന്നേരം ആവുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇതാ ഓരോ ഭാഗത്തു നിന്ന് ഓരോന്നൊക്കെ ശടപടേന്ന് ഞങ്ങൾ ആക്കുന്നുണ്ട്. ലാസ്റ്റ് എത്തിയപ്പോൾ കുറച്ച് നേരം പോയിന്. എന്തെല്ലോ ഒരു ഇതായിപ്പോയി, ഇതായില്ല എന്നുള്ള നിലക്കൊക്കെ എന്തെല്ലോ ആയിപ്പോയി. ഉമ്മ ഇതാ ചിക്കൻ പൊരിക്കുന്നുണ്ട്. ഞാൻ അന്ന് എൻ്റെ മന്തീൻ്റെ ഒരു റെസിപ്പി നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മന്തി മസാല ആക്കിയിട്ട്, ചിക്കൻ പൊരിച്ച് മസാല ആക്കിയിട്ട് മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഒന്ന് കമൻറ്റിൽ എഴുതിക്കാളി കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങൾ. അങ്ങനെ ഇതാ ഉമ്മ ചിക്കനും പൊരിക്കുന്നുണ്ട്. ഞാനും സനയും കൂടെ ഇതാ മറ്റേതെല്ലാം അവിടെ ആക്കിയിരിക്കണമല്ലോ. പിന്നെ കുറച്ച് സമയം ആയപ്പോൾ എന്നാൽ
ഇത് എണ്ണയിൽ ഇടുന്നതിൻ്റെ മുന്നേ സമൂസ അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം സമൂസേൻ്റെ ഷീറ്റിൽ ഓള് വേറെ മോഡലാണ് മടക്കണത്, ഞാൻ വേറെ മോഡലാണ് മടക്കണത്. അപ്പം അതിന് ഞാനും നോക്കി, ഇതിന് ഓളും നോക്കി. പിന്നെ എന്തായി, നിങ്ങൾക്ക് അറിയണ പോലെ നിങ്ങൾ മടക്കി, ഓൾക്ക് അറിയണ പോലെ ഓളും മടക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരാളെ ഞങ്ങൾ മടക്കി ഒന്ന് സെറ്റാക്കിയൊക്കെ എടുത്ത് ഏകദേശം ഇതാ ഒന്ന് വൈകുന്നേരം ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറേയൊക്കെ മുന്നേ ഇങ്ങോട്ട് എല്ലാം ഒന്ന് സെറ്റാക്കണമല്ലോ. ഒക്കെ ഒന്ന് എടുത്ത് വെച്ചാലൊക്കെ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇവിടെ ആണെങ്കിൽ ആകെ അടുക്കളയൊക്കെ പെരങ്ങി കോലായി കിടക്കുന്നുണ്ട്. ഇതൊന്ന് വന്ന് നന്നാക്കായിട്ട് ഒരു സമാധാനം കിട്ടണില്ല. പിന്നെ ഉമ്മ പറഞ്ഞു അയ്യോ സമാധാനത്തിൽ അവിടെ നിൽക്കുക, എല്ലാം കഴിഞ്ഞിട്ട് വൃത്തിയാക്കാമെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ സമൂസ അടുപ്പത്തുനിന്ന് വേഗം പൊരിക്കുന്നുണ്ട്. ഇവരിതാ സന കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഓള്. അത് കഴിഞ്ഞിട്ട് ആജുവിൻ്റെ മറ്റേ എന്തോ ഒരു കടി, അതിന് പേരും പറയാൻ കിട്ടായിട്ട് ഇനിയിപ്പോൾ ഓളോട് ചോദിക്കണം അതിനൊരു പേരെന്താണെന്ന്. പക്ഷേ സംഭവം രസമുണ്ട് അതിന്. അതും ചുട്ട് പിന്നെ ജ്യൂസ് അടിക്കാനുണ്ട്. പിന്നെ വേറെ എന്താണിപ്പോൾ കറിയൊക്കെ ആയിന് കേട്ടോ. ബീഫ് ഞാൻ വന്നിട്ട് വരട്ടി ഉമ്മ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇനി മന്തിയും കൂടെ വെക്കണം, ജ്യൂസ് അടിക്കണം, എല്ലാം ഒന്ന് എടുത്തേക്കണം. അങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാ മസാല ഇവിടെ ഞാൻ റെഡി ആക്കുന്നുണ്ട്. അന്ന് ഉണ്ടാക്കിയതിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇതായില്ലേനു കേട്ടോ. എനിക്ക് തന്നെ തോന്നി തിന്നപ്പോൾ അന്ന് ഞാൻ ഉണ്ടാക്കി അതേപോലെ അങ്ങോട്ട് ആയി കിട്ടിയില്ല. ഒന്നാമത്തെ ഈ ബാങ്ക് കൊടുക്കാനായ എല്ലാം കൂടെ ഒരു വെപ്രാളം പിടിച്ച കളിയിലായിപ്പോയി ഉണ്ടാക്കിയത്. അതുകൊണ്ട് എന്തോ എനിക്കൊരു സുഖം കിട്ടിയില്ല. ഞാൻ അന്നാക്കിയ പോലെ ആയി എന്ന് എനിക്ക് തോന്നിയില്ലേ. എന്നാലും കുഴപ്പമില്ലേനു, നന്നായിന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഇതാ എല്ലാവരും ജഗ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാച്ചിലും ഓരോരുത്തർ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണം, എല്ലാം ചെയ്യണം. ആജു സൽമത്താത്തയും കൂടെ ഉള്ള ജ്യൂസിനുള്ള കാര്യങ്ങളൊക്കെ ഓര് റെഡിയാക്കുന്നുണ്ട്. വത്തക്ക ജ്യൂസും പിന്നെ കക്കിരി ജ്യൂസും കേട്ടോ അടിച്ചത്. കക്കിരി ജ്യൂസ് നല്ല രസമാണ്. ഗ്യാസുമ്മലൊക്കെ അതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, കട്ടൻ ചായ. ഇനിയിപ്പോൾ കുറച്ച് പാൽ ചായ വേണ്ടിയവർക്ക് അതാക്കിക്കണ്. അങ്ങനെ മസാല ഞാൻ റെഡിയാക്കി ഇറക്കി വെച്ചു. വേഗം മന്തീൻ്റെ ചോറാക്കണാണ്. മന്തീൻ്റെ പിന്നെ ഇങ്ങനെ നമ്മൾ കപ്സയൊക്കെ വറ്റിക്കൂലേ, അങ്ങനെയാണ് കേട്ടോ ഞാൻ ചോറാക്കിയിട്ട് കുറച്ച് പുകച്ചാൽ അതും അവിടെ റെഡി ആയിക്കോളും. അങ്ങനെ ഇതാ ഞങ്ങൾ അടുപ്പിൻ്റെ അടുത്ത് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് തിരക്ക് പിടിച്ചതെല്ലാം എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഫ്രൂട്ട്സ് പിന്നെ മുറിച്ച് കഴിഞ്ഞില്ല, എല്ലാം പ്ലേറ്റിലാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേക്കും ഒന്ന് റെഡിയാക്കണം. അടുക്കള വൃത്തിയാക്കാനുണ്ട്. അങ്ങനത്തെയൊക്കെ തിരക്കിലാണ്. ഇതന്നെ നോമ്പായാലിപ്പോൾ ഈ ഒരു എത്ര തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയാലും ഈ ബാങ്ക് കൊടുക്കാൻ നേരത്തൊരു പെരങ്ങിക്കളി എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ. എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഒന്നിനൊരു പെരങ്ങിക്കളി ആ സമയത്ത് നമുക്കുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ആയത്. എല്ലാം ആയി, എന്നാലും എന്തോ ഒരു പൊരിഞ്ഞ കളി ആയിപ്പോയേ. അങ്ങനെ പിന്നെതാ ഞങ്ങൾ എല്ലാം ഒന്ന് സെറ്റാക്കി പാത്രത്തിലൊക്കെ ആക്കി ഒക്കെ റെഡിയാക്കി വെച്ചിക്കണ്. ബാങ്ക് കൊടുത്ത് നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്നിട്ടോ. നോമ്പെല്ലാം തുറന്ന് ഇതാ ഇവർ തറാവിക്കൊക്കെ നോമ്പ് തുറന്ന് ചായയൊക്കെ കുടിച്ച് അവരെല്ലാവരും തറാവിക്കൊക്കെ പോയി വന്നു. പിന്നെ ഇതാ ആജു പോവാൻ നിൽക്കുകയാണ്. ആജു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതാ ഉമ്മ പഴമോ സമൂസ കട്ട്ലേറ്റ് പിന്നെന്താ എന്തൊക്കെയൊക്കെ ഇതാ കവറിലാക്കി ഓക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓളും പോയി. നമ്മൾ പിന്നെ രാവിലെ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ മെല്ലെ നിർത്തുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീട്ടിലെ നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നും പറയുന്ന കാര്യങ്ങൾ മറക്കണ്ട.